എല്ലാ കൂട്ടുകാരെയും ജെഫോറി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും നാട്ടിലൊക്കെ മഴ പെയ്തോ ഇല്ലയോ എന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ എന്നും ഉച്ച കഴിഞ്ഞ് എന്നും മഴയാണ് കേട്ടോ. ഇനിയിപ്പം കാലവർഷം പിടിക്കാൻ പോകുന്നതിൻ്റെ തുടക്കമാണോന്നൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാവരും നമ്മുടെ ചെടികളെയൊക്കെ സേഫായിട്ട് എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴ കൊള്ളുന്ന സമയമാകുമ്പോൾ എപ്പോഴും ചെടികളിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരുന്നാൽ നമ്മുടെ ചെടികൾ ചീഞ്ഞു പോകും കേട്ടോ. പിന്നെ അടുത്ത ആ ഒരു സീസൺ എങ്ങനെ ആകുമ്പോഴേക്കും നമ്മുടെ കൈവശം ചെടികളൊന്നും ഇല്ലാതെ ആയിപ്പോവും. അപ്പം എല്ലാവരും അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോയാണ് നമ്മുടെ കൈവശമുള്ള എല്ലാ ചെടികളും, ഇന്ന ചെടിയെന്നില്ല കേട്ടോ, ഏത് ചെടിയായാലും ചെടികളിൽ പുഴുശല്യം അല്ലെങ്കിൽ ഒച്ചിൻ്റെ ശല്യം ഇതൊരു ഭയങ്കര പ്രശ്നമാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെടികൾ വളർത്തുന്നവർക്കറിയാം. ഇതിനെയും കൊണ്ട് നമ്മളെല്ലാവരും പൊറുതി മുട്ടിയിട്ടാണ് ഉള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ഈ അച്ചിൽ ശല്യം അല്ലെങ്കിൽ പിന്നെ പുഴുക്കളുടെ ശല്യം, മറ്റുള്ള ചെറിയ ചെറിയ കീടങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ കേട്ടോ, നമ്മളത് ചെടിയിൽ നിന്ന് എങ്ങനെയാണ് നമ്മളതിനെ അകറ്റിക്കളയുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് കണ്ടോ, നമ്മുടെ നല്ലൊരു പ്ലാന്റാണ് ബോട്ടിൽ ബ്രഷ്. അപ്പോൾ ഇതിപ്പോൾ മഴ അങ്ങ് പെയ്തപ്പോഴേക്കും ഫുള്ളും പിന്നെ വെയിറ്റ് കാരണം ഇതിങ്ങനെ ഒടിയാൻ നിൽക്കുന്ന ഒരു പരുവത്തിലായി നിൽക്കുവാണ്. പിന്നെ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കണം. നമ്മുടെ കൈവശമുള്ള ചെടികളിൽ ഏറ്റവും കൂടുതൽ ഒരു പുഴുശല്യം കൂടുതലായിട്ട് കാണുന്ന ചെടിയാണ് കേട്ടോ നമ്മുടെ ബോൾസം ചെടി. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലിങ്ങനെ പുഴു വന്നിങ്ങനെ കൂട് കൂട്ടിയേക്കുവാണ്. ഇതുപോലെ കൂട് കൂട്ടിയിരിക്കുന്ന ചെടികളിലെ പുഴുക്കളെയും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾ ഇങ്ങനെ ഒരു മുരടിപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഞാൻ ഈ കാണിച്ചു തരുന്ന ആ ഒരു രീതിയിലുള്ള പെസ്റ്റിസൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതൊക്കെ മാറി ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരുവേ. ഇതൊക്കെ കണ്ടോ, നമ്മുടെ ഒരു ബോൾസം ചെടിയിൽ ഇതുപോലെ മുരടിച്ച് നിൽക്കുന്ന ചെടികളായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്ന ഇലയൊന്നും വലിയ കരുത്തില്ലാതെ അങ്ങ് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കഴിഞ്ഞ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിയിൽ ഇതേപോലെ നമ്മൾ ഈ ഒരു പെസ്റ്റിസൈഡ് കൊടുത്തപ്പം പിന്നീട് വരുന്ന ആ ഒരു ലീഫൊക്കെ ഉണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല മുട്ടും വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചെറിയ ഹൈബ്രിഡ് ബോൾസത്തിൻ്റെ ചെറിയ പ്ലാന്റാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഉണ്ടല്ലോ പുഴുക്കൾ വന്ന് നിറഞ്ഞ് ലീഫെല്ലാം അരിച്ച് തീർത്തായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊടുത്തപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇപ്പോൾ പ്ലാന്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പെസ്റ്റിസൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണെന്നറിയാമോ, ഇത് ഹാർപ്പിക്കാണ്. നമ്മൾ ടോയ്ലറ്റൊക്കെ കഴുകാനൊക്കെ ആയിട്ട് എടുക്കുന്ന ആ ഒരു ലിക്വിഡാണ് കേട്ടോ. ഇത് നമ്മളിതുപോലെ ഒരു 2-3 ഡ്രോപ്സ് നമുക്ക് ഒരു കുഞ്ഞു ബക്കറ്റിലേക്ക് എടുക്കാം. അതിനുശേഷം ഇത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് സോഡ നമ്മുടെ എല്ലാ ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് നല്ലൊരു പെസ്റ്റിസൈഡാണ്. അപ്പോൾ അത് ഞാൻ ഏകദേശം 1 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതുണ്ടല്ലോ, നമ്മൾ 2 ലിറ്റർ വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ കുറച്ചൊന്ന് നേർപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്യാനുള്ള ഈ ഒരു പെസ്റ്റിസൈഡ് നമ്മൾ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെടികളുടെ ലീഫിൽ കൂടെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാതെ നമുക്കിതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഉണ്ടല്ലോ, നമ്മുടെ എല്ലാ ചെടിയുടെ ലീഫിൽ കൂടെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ കണ്ടോ, നമ്മുടെ ലീഫെല്ലാം അരിച്ച് തീർത്തേക്കണത് കണ്ടോ. ഇത് രാത്രി ഇങ്ങായി കഴിയുമ്പോഴേക്കും ഭയങ്കര ഒച്ചിൻ്റെ ശല്യമാണ്. അപ്പോൾ ഇതുപോലെ പൂവിൻ്റെ മുട്ടയിൽ വന്നിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള ഇലച്ചെടികളുടെ ലീഫെല്ലാം വന്നിങ്ങനെ പുഴുക്കളും അച്ചിളൊക്കെ ആയിട്ട് അരിച്ച് തീർക്കും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു പെസ്റ്റിസൈഡ് അങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ശല്യം നമുക്ക് ഒരു 1.5 ആഴ്ചത്തേക്കൊന്നും ഉണ്ടാകില്ല. പിന്നീട് നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി നമുക്ക് നല്ല ഹെൽത്തിയാക്കി എടുക്കാനായിട്ട് പറ്റുമേ. എനിക്ക് ഈ ചെടി തന്നതുണ്ടല്ലോ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് കേട്ടോ, പോൺസിസ് കിച്ചൻ. അപ്പോൾ അവരും ഈ ചെടി സെയിൽ ചെയ്യുന്നുണ്ട്. സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുമാത്രമല്ല നമ്മൾ മഴയുള്ള സമയത്തൊന്നും ചെയ്യാതിരിക്കുക. ഏകദേശം മഴയൊന്നും ഇല്ലാത്ത നല്ലൊരു ടൈം നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മുടെ ഡബിൾ ബോൾസത്തിൻ്റെ ലീഫിലും ഈ മുട്ടിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ഇതേ രീതിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പം ഈ മുട്ടയിലൊക്കെ അച്ചിൽ വന്നിരിക്കുന്നത് അതൊന്നും അങ്ങ് വരാതെയാകും. അപ്പം ഞാനിത് മുന്നേ ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെയൊക്കെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പുഴുശല്യമുള്ള ചെടികൾ തീർത്ത് എല്ലാം അങ്ങ് മാറി ചെടികൾ നല്ല ഭംഗിയായിട്ട് വരും. നമ്മുടെ ബോൾസം പ്ലാന്റിൽ ഇപ്പം ഫ്ലവർ കുറവാണ്. അപ്പം ഞാനിത് നമുക്കൊന്ന് കുറച്ച് കട്ടൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് കൊടുത്ത് പുതിയ ചെടികളൊക്കെ ആക്കിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഫ്ലവർ കുറഞ്ഞ സമയം നോക്കിയിട്ട്, ഇനിയിപ്പം മഴയായല്ലോ, അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ ചെടി നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക, നമ്മുടെ ചെടികൾക്ക് ഇതുപോലെയുള്ള പുഴുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പെസ്റ്റിസൈഡാണ് കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും ചെയ്ത് നോക്കിയിട്ട്
നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു റിസൾട്ട് കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പം ഞാൻ കുറേ നാളായിട്ടാണ് നമ്മളോട് ഞാൻ ഈ ഊഞ്ഞാലയിൽ ഇരുന്ന് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പം ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് ഈ ഊഞ്ഞാല എവിടെ നിന്നാണ് വാങ്ങിയത് എന്നൊക്കെ. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുമോ? അപ്പം നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ കമൻറ്റുകൾ എന്ത് തന്നെ ആയിക്കോട്ടെ കേട്ടോ, കമൻറ്റുകൾ അറിയിക്കാനായിട്ട് മറക്കരുത്. അതേപോലെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് ആദ്യം പറയേണ്ടതായിരുന്നു, ഇപ്പോൾ അവസാനം നമ്മളൊന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ.